പെർത്തിൽ യോർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കുറേ മഞ്ഞ ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന ഈ കനോല ഫ്ലവേഴ്സ് എന്നിട്ട് നമ്മളിത് ഓയിലിനൊക്കെ ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്ന ആ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ കുടുംബമായിട്ടൊന്ന് യാത്രയായി. പോകുന്ന വഴിയിൽ ഇങ്ങനെ കുറേ മരങ്ങളും നല്ല നല്ല റോഡ് കഷ്ടി ഇവിടുന്നൊരു പെർത്ത് അടുത്താണ്, പക്ഷേ 70 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ സ്ഥലത്ത് നിന്ന്. പോകുമ്പോൾ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നതല്ല, അത് കറുത്ത രൂപത്തിൽ കാണാം, പെയിൻ്റ് അടിച്ച മോള്. 2 സൈഡിലുള്ള കണ്ടമാനം മരങ്ങൾ, അത് കത്ത് പിടിക്കുന്നതാണെന്ന് പറയും. ഈ ചൂടുകാലമാകുമ്പോൾ താനെ കത്ത് പിടിക്കും. ചിലത് അത് ഗവൺമെൻറ് തന്നെ കത്തിട്ടിട്ട് താനെ കെടുത്തി കളയും, അങ്ങനെ ചെയ്യാറുണ്ട്. കത്ത് പിടിച്ച് പറ്റാതിരിക്കാൻ ആ സമയത്ത് പെട്ടെന്നാകുമ്പോൾ ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഒരു കത്തിച്ച് തന്നെ കളയാം. ആദ്യം കത്തിച്ച് ഒരു നിലയാകുമ്പോൾ നിർത്തി അത് വീണ്ടും പൊടിച്ച് വരും. അത് കുറച്ച് കഴിയുമ്പോൾ പച്ച ഇലകളൊക്കെ വരുന്ന കാണാം. ഈ കറുത്ത ഇത് അടിവശം കത്തിയിട്ട് മുഴുവനായിട്ട് കത്തിപ്പോകുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ മേൽവശമൊക്കെ ഇലകൾ വീണ്ടും കിളിർത്ത് വരും. കണ്ടമാനം മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് യോർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്. യോർക്ക് ബർഗണ്ടിയിൽ നിന്നൊരു കഷ്ടി ഒരു 70 കിലോമീറ്ററോളം ഉണ്ട്. ഞങ്ങൾ ബർഗണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ പോകുമ്പോൾ ഏതാണ്ട് 70 കിലോമീറ്ററിന് അടുത്തുണ്ട്. ഇവിടെ ചെറിയൊരു സിറ്റിയും ഇതൊക്കെ കാണാം. പോകുന്ന വഴിക്ക് തന്നെ നല്ല മരങ്ങൾ, നല്ല പച്ച പിടിച്ച നമ്മുടെ നാട്ടിലെ കൃഷിത്തോട്ടങ്ങളൊക്കെ പോലെ കാണുന്നുണ്ടോ. അത് കുറച്ചുകൊണ്ട് പോകുമ്പോൾ കാണാതെ സൈഡുകളിലായിട്ട് നോക്കി ഈ മഞ്ഞപ്പൂക്കൾ, ഇത് കണ്ടമാനം സ്ഥലത്തുണ്ട് കേട്ടോ. അത് കുറച്ചൊന്നല്ല, നമ്മൾക്ക് ക്യാമറ ഇപ്പോൾ എടുത്തില്ല, അത്രയും ദൂരത്തിലുണ്ട്. കുറേ കണ്ട് പോകുമ്പോൾ കാണാം ഈ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ ഇത്ര ഹൈറ്റ് ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ സീഡ് എടുത്തിട്ടായിരിക്കും ഓയിൽ ഉണ്ടാക്കുന്നത്. കനോല എന്ന് പറയാൻ സീഡ്, കനോല സീഡ്. യോർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇതിലിടാം. 2 സൈഡിലുണ്ടത്. ഒരു ഭാഗം കാറമേങ്ങളും മുട്ടി നിൽക്കുന്ന പോലെ ഉണ്ടോ, കണ്ടമാനം ദൂരത്തിൽ. അതിൻ്റെ ബാക്കിൽ ആ സൈഡൊക്കെ ഉണ്ട്. ഓവർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുണ്ട്. കണ്ടമാനം ഏക്കർ സ്ഥലം കണ്ട് കുറേ കണ്ട് പോകുമ്പോഴും കുറേ കാണാം. അത് അതിൻ്റെ ദ്വീപ് പോലെ സ്ഥലം നിൽക്കുന്നത്, അതിൻ്റെ പുറകിലെല്ലാം മഞ്ഞപ്പൂക്കളാണ്. ഞാൻ കുറച്ചുകൊണ്ട് പോകുമ്പോൾ നല്ല വൃക്ഷങ്ങളൊക്കെ ആയിട്ട് വേറെ സ്ഥലങ്ങൾ അങ്ങനെ പോയി ഞങ്ങൾ കണ്ട് പൂക്കളൊക്കെ കണ്ട് പോയി. പോകുന്ന വഴിക്ക് നല്ല മരങ്ങളും അതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് മഞ്ഞ പൂക്കൾ കേട്ടോ. ഇത് കുറേ കണ്ട് പോകുന്ന കഷ്ടി കിലോമീറ്റർ ഉണ്ട് ദൂരത്തിൽ. അവിടെ നല്ല നെൽകൃഷി ഇതുപോലെ കണ്ടോ, നാട്ടിലത്തെ അതുപോലെ പോകുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ഒരു നീലപ്പൂവ് കണ്ടോ ഇതിൽ കാണിക്കുന്ന, അതൊരു പ്രത്യേകത പോകണം. ഈ എന്താ റോസ്മേരി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, അതിൻ്റെ പൂവാണെന്നാണ് ഞങ്ങൾ കുറച്ച് പൊട്ടിച്ച് നോക്കിയത്. ശരി തന്നെയാണ്, റോസ്മേരി എന്ന് പറയും. നീല താഴെ കാണും, ഈ പച്ച ഇതിൻ്റെ അടുത്തായിട്ട് നീല കണ്ടോ ഒരു ഇതായി കാണുന്നതാണ് റോസ്മേരി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ മുടി തിങ്ങി വളരാൻ വേണ്ടി സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത് പോകുന്ന വഴിയിൽ തന്നെ അത് കണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ പൊട്ടിച്ച് നോക്കി. അത് നല്ല മണക്കുള്ള ഒരു അങ്ങനെ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് യോർക്ക്, അതിൻ്റെ സ്ഥലങ്ങളും അതൊക്കെ അവിടെ ബോർഡ് ഇതിൽ നോക്കിയാൽ ശരിക്കും അറിയാം നമുക്ക്. വെൽക്കം ടു യോർക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടൗണൊക്കെ ഒന്ന് കണ്ട്, യോർക്ക് ടൗൺ പണ്ടത്തെ കാലത്തെ ബിൽഡിങ് പോലെ നല്ല സ്റ്റൈലൻ ബിൽഡിങ്, നല്ല വൃത്തിയുള്ള ടൗണിലൊക്കെ പോയി ഞങ്ങളൊന്ന് ഇറങ്ങി. കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് ടൗൺ ഏരിയയിൽ. ഞങ്ങൾ ഏതാനും മിനിറ്റുകൾ അവിടെ ഒന്ന് കറങ്ങി ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകും. യോർക്ക് സിറ്റിയിലത്തെ ഭാഗങ്ങളാണത്. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്.
വൃത്തിയുള്ള കെട്ടിടങ്ങൾ, വലിയ ഹൈറ്റല്ല, നല്ല മോഡൽസ് കെട്ടിടങ്ങൾ. നമുക്കെല്ലാം പ്രത്യേകത തോന്നും, നമ്മൾ കേരളത്തിലും ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്നതുകൊണ്ട്. ഓക്കെ, ശരി, വീണ്ടും കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ്. അഷ്റഫ് ചേർക്കൽ, 1+4U.